ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമ്മൾ കറണ്ട് അഫയേഴ്സ് ആണ് നോക്കുന്നത്. ഒക്ടോബറിലെ കറണ്ട് അഫയേഴ്സ് ആണ് നോക്കുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, 2024 സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നിർണയത്തിനുള്ള ജൂറി ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? പ്രകാശ് രാജാണ്. 2025 സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നിർണയത്തിനുള്ള ജൂറി ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത് പ്രകാശ് രാജാണ്. CISFിന്റെ ഡയറക്ടർ ജനറലായി ചുമതലയേറ്റത് പ്രവീർ രഞ്ജനാണ്. നടി സുകുമാരിയുടെ മ്യൂസിയം സ്ഥാപിതമാകുന്ന എവിടെയാണ്? നടി സുകുമാരിയുടെ മ്യൂസിയം സ്ഥാപിതമാകുന്നത് നൂറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റിയാണ്. 2025 അറബിക്കടലിൽ രൂപം കൊണ്ട ആദ്യ ചുഴലിക്കാറ്റ് ഏതാണ്? ശക്തി ചുഴലിക്കാറ്റാണ്. പേര് നൽകിയ രാജ്യം ശ്രീലങ്കയാണ്. 2025 അറബിക്കടലിൽ ആദ്യമായിട്ട് രൂപം കൊണ്ട ചുഴലിക്കാറ്റ് ശക്തി ചുഴലിക്കാറ്റാണ്. പേര് നൽകിയ രാജ്യം ശ്രീലങ്കയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ നിന്നും ഏറ്റവും അവസാനമായി പ്രഖ്യാപിച്ച റാംസർ സൈറ്റുകൾ ഏതൊക്കെയാണ്? ഗോകുൽ റിസർവോയർ, ബീഹാറിലെ ഗോകുൽ റിസർവോയറും ഉദയ്പൂർ തടാകവുമാണ് 2025 അവസാനമായി പ്രഖ്യാപിച്ച റാംസർ സൈറ്റുകൾ. ഗോകുൽ റിസർവോയറും ഉദയ്പൂർ തടാകവുമാണ്. ദക്ഷിണ കൊറിയയുടെ പരമോന്നത ഏഷ്യൻ സാഹിത്യ ബഹുമതിയായ പാക് ക്യോങ്ങിനി പുരസ്കാരം നേടിയ ഇന്ത്യൻ സാഹിത്യകാരനാണ്? അമിതാവ് ഘോഷാണ്. ദക്ഷിണ കൊറിയയുടെ പരമോന്നത ഏഷ്യൻ സാഹിത്യ ബഹുമതിയായ പാക് ക്യോങ്ങിനി പുരസ്കാരം നേടിയ ഇന്ത്യൻ സാഹിത്യകാരൻ അമിതാവ് ഘോഷാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2025 ഇൻഡെക്സ് ഓഫ് എക്കണോമിക് ഫ്രീഡം ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 128ആണ്. എക്കണോമിക് ഫ്രീഡം ഇൻഡെക്സിൽ 2025 ഇന്ത്യയുടെ സ്ഥാനം 128ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2025 ജനസംഖ്യാടിസ്ഥാനത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ നഗരം ഏതാണ്? ടോക്കിയോ ആണ്. ജനസംഖ്യാടിസ്ഥാനത്തിൽ ഏറ്റവും വലിയ നഗരം ടോക്കിയോ ആണ്. അടുത്തിടെ അന്തരിച്ച ചിമ്പാൻസികളുടെ കൂട്ടുകാരി എന്നറിയപ്പെടുന്ന പരിസ്ഥിതി പ്രവർത്തക ആരാണ്? ജെയിൻ ഗുഡാലാണ്. അടുത്തിടെ അന്തരിച്ച ചിമ്പാൻസികളുടെ കൂട്ടുകാരി എന്നറിയപ്പെടുന്ന പരിസ്ഥിതി പ്രവർത്തക ജെയിൻ ഗുഡാലാണ്. 2025 ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദി എവിടെയാണ്? ന്യൂഡൽഹിയാണ്. ഓക്കെ, താങ്ക് യു ഓൾ.